എജ്യൂസ് പാർക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 5ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഗതിവിധി 1 सूचना धूप आ गई कविता का यश अंश पढ़े और प्रश्नों के उत्तर लिखे. അപ്പോൾ അതിൽ ഏതെങ്കിലും എ അല്ലെങ്കിൽ ബി ഓപ്ഷൻസ് ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പോൾ ആദ്യത്തേത് പങ്ക്തിയാം സഹി രൂപസേ ലിഖേ. എന്താണ് ഇവിടെ കവിതയുടെ രൂപത്തിൽ എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കവിതയുടെ രൂപത്തിൽ. അപ്പോൾ ഇതിൽ ഓർഡർ തെറ്റിച്ചിട്ടാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഓർഡറിൽ എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ വരിയുടെ ആദ്യത്തെ വാക്ക് ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കവിത അല്ലേ, ധൂപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അപ്പോൾ ഇതിൽ ഓർഡറിൽ എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഒന്നാമത്തെ വരി എങ്ങനെയാണ്? ധൂപ് നമുക്ക് കിട്ടി. ധൂപ് ആ ഗൈ ആണ് രണ്ടാമത്തെ എന്താണ്? ധൂപ് ആ ഗൈ സുബഹ് കി. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതണം? ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണ് നമുക്ക് എഴുതാണ്. ധൂപ് ആ ഗൈ അല്ലേ, ആ ഗൈ അങ്ങനെ എഴുതണം. പിന്നെ എന്താണ്? സുബഹ് കി ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ 1 2 3 ആദ്യത്തെ നമുക്ക് കിട്ടി. രണ്ടാമത്തെ വരി എങ്ങനെയാണ്? ആദ്യത്തേത് കലിയ പ്യാരി പിന്നെ എന്താണ്? മഹക്കീം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് 1 2 3 ഇതുപോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ക്ലിയറായിട്ട് എഴുതിത്തരാം. ഇവിടെ എടുത്ത് എഴുതണം നിങ്ങൾ. ഇത് ധൂപ്പ്, പിന്നെ രണ്ടാമത്തെ എന്താണ്? ആ ഗൈ 3 ഇത്, പിന്നെ കലിയ 1, പ്യാരി മഹക്കീം. മൂന്നാമത്തെ വരിയിൽ എന്താണ്? കലിയാം, പിന്നെ ക്യാരി മഹക്കീം. നാലാമത്തെ വരി എന്താണ്? കലിയാം ഇത്തനി സാരി മഹക്കീം. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ഇവിടേക്ക് എടുത്ത് എഴുതണം എല്ലാവരും. ഇതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ പങ്ക്തിയാം സഹി രൂപസേ ലിഖേ. ആദ്യത്തതിൻ്റെ ആൻസർ കിട്ടി. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. സുബഹ് ക്യോൻ ആ ഗൈ. അപ്പോൾ സുബഹ് കോൻ ആ ഗൈ എന്താണ്? രാവിലെ ആരാണ് എത്തിയതെന്നാണ് ചോദിക്കുന്നത്. സുബഹ് കോൻ ആ ഗൈ. ഇത് ബി ക്വസ്റ്റ്യൻ ആണ്. സുബഹ് കോൻ ആ ഗൈ, ആരാണ് രാവിലെ എത്തിയതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആരാണ് വന്നത്? ധൂപ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിലാണ് വന്നത് അല്ലേ, വെയില്. ധൂപാണ് വന്നത്, വെയില് വന്നത്. രാവിലെ ആരാണ് വന്നത്? വെയിലാണ് വന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ ഓറാണ്, അഥവാ എന്ന് എഴുതിയിട്ട്. അപ്പോൾ ഇത് ഓറാണ്. ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് എ എഴുതാം അല്ലെങ്കിൽ ബി എഴുതാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? ധൂപ് ആ ഗൈ കവിത കാ യശ് അംശ പഠേ ഔർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. ആദ്യത്തെ തന്നെ പോലെ തന്നെയാണ്. പങ്ക്തിയാം സഹി രൂപസേ ലിഖേ. അപ്പോൾ ഇതും അതുപോലെ എഴുതാം. അപ്പോൾ ആദ്യത്തെ വേർഡ് നമുക്കിവിടെ തന്നിട്ടുണ്ട് ഹവയാണ് ഒന്നാമത്തെ വേർഡ് അല്ലേ. ഒന്നാമത്തെ വേർഡ് ഇവിടെ തന്നിട്ടുണ്ട് ഹവ. രണ്ടാമത്തേത് ബഹ്രഹി, പിന്നെ മൂന്നാമത്തെ ടണ്ടി. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് ധൂംരഹി, അതാണ് ഒന്നാമത്തെ. പിന്നെ ബഹ്കി മൂന്നാമത്തെ. ഉടുത്തി ആയി ചിടിയ. ഫുദക്കർ വേബി ചഹക്കീം. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. ഇതെന്താണ് ഇവിടെ എടുത്ത് എഴുതുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പദ്യം നമ്മൾ കറക്റ്റ് ഓർഡറിൽ എഴുതി. പിന്നെ അടുത്തത് കോൻ ഉടുത്തി ആയി. ഉടുത്തി ആയി എന്ന് പറഞ്ഞാൽ ആരാണ് വന്നത് എന്നാണ് ചോദിക്കുന്നത്. കോൻ ഉടുത്തി ആയി. അപ്പോൾ ആരാ വന്നത്? ചിടിയാമാണ് ആൻസർ. ഉടുത്തി ചിടിയാം ആയി. അപ്പോൾ ഇവിടെ എടുത്ത് എന്ത് എഴുതണം? ചിടിയാം എഴുതുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ബി ക്വസ്റ്റ്യനും ആയിട്ടുണ്ട്. ഒന്നാമത്തെ ബി ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇനി അടുത്തത് ഗതിവിധി 2ൻ്റെ സൂചന തന്നിട്ടുണ്ട്. ചിത്ര പഹ്ചാനേം ഔർ ശബ്ദ് ചുൻകർ ലിഖേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ടോമി ഏക്ക് എന്താണ് ഇവിടെ പട്ടിക്കുട്ടീനെ തന്നിട്ടുണ്ട്. അപ്പോൾ പില്ല എന്താണ് ഇവിടെ എഴുതേണ്ടത്? പില്ല ഹേ ആണ് ഇവിടുത്തെ ആൻസർ. പില്ല ഹേ. ഉസേ ചായ് അല്ലേ, ഉസേ ചായ് ഇവിടെ എഴുതേണ്ടത് ചായയാണ്. ഉസേ ചായ്ക്ക് സാത്ത്. അപ്പോൾ ഇവിടെ എന്താണ്? സാത്ത് ബിസ്ക്കറ്റ്. അപ്പോൾ ആദ്യത്തേത് 1 പില്ല, പിന്നെ എന്താണ്? ചായ് 2, പിന്നെ 3 എന്താണ്? ബിസ്ക്കറ്റ് അല്ലേ. ഇവിടെ എഴുതണം കേട്ടോ. ബിസ്ക്കറ്റ് എന്ന് എടുത്ത് എഴുതണം. ബിസ്ക്കറ്റായിരുന്നു ബിസ്ക്കറ്റ്. പിന്നെ മൂന്നാമത്തത്. ഇനി നാലാമത്തെ എന്തായിരുന്നു? ബോൾ അല്ലേ, ബോൾ. നാലാമത്തെ ഇവിടെ എഴുതുക ബോൾ.
പിന്നെന്താണ് സേ കേൽത്താഹേ ഓർ ഈച്ച അല്ലേ, ഈച്ചയ്ക്ക് എന്താണ് നമ്മൾ പറയുക? അപ്പോൾ മക്കി, എന്താണ് മക്കീസേ, ഇവിടെ എന്താണ് മക്കി എന്ന് എഴുതാം കേട്ടോ, മക്കി അല്ലേ. അഞ്ചാമത്തെ സേ ലഡ്താഹേ. അപ്പോൾ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, ഇവിടെ നമുക്ക് എടുത്ത് എഴുതിയാൽ മാത്രം മതി അല്ലേ. ഇനി അടുത്തത് ഗതിവിധി 2 ആണ്. ചിത്ര ദേക്കേ, എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? നിർദ്ദേശിക്കേ അനുസാർ രംഗ് പരേ. ഇവിടെ ചിത്രത്തിൽ ഇവിടെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള കളർ ഇവിടെ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലാൽ, പിന്നെ അത് ഹര, കാല, നീല. ഇവിടെ എന്താണ് കളർ ചെയ്യണം അല്ലേ, നമ്മൾ കളർ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ലാൽ എന്ന് പറഞ്ഞാൽ എന്ത് കളറാണ്? അപ്പോൾ 1 എന്ന് എഴുതിയ സ്ഥലത്ത് എന്ത് നിറം കൊടുക്കണം? ക്രയോൺസിൽ ചുവപ്പ് നിറം കൊടുക്കണം. ചുവപ്പ് നിറം നമ്മൾ ഇവിടെ കൊടുക്കണം. ഇവിടെ ചുവപ്പ് നിറം കൊടുക്കണം. ഇവിടെ മൊത്തം ചുവപ്പ് നിറം കൊടുക്കണം. ഓക്കെ, അപ്പോൾ ലാൽ എന്ന് പറഞ്ഞാൽ ചുവപ്പ് അല്ലെ, ചുവപ്പ് റെഡാണ്, ചുവപ്പ്. പിന്നെന്താണ് ഹര എന്ന് പറഞ്ഞാൽ എന്താണ്? ഹര പച്ച, ഹര എന്ന് പറഞ്ഞാൽ ഗ്രീനാണ്. കാല എന്ന് പറഞ്ഞാൽ എന്താണ്? കറുപ്പ്. അപ്പോൾ ഇവിടെ ചുവപ്പ് നിറം നമ്മളിവിടെ കൊടുക്കണം. ഇവിടെ എല്ലാം ചുവപ്പ് നിറം ഫുള്ളായിട്ട് നന്നായിട്ട് കളർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കൊടുക്കുക. പിന്നെ എന്താണ് 3 എന്ന് പറഞ്ഞ ഇവിടെ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? കറുപ്പ് നിറം കൊടുക്കണം. 3 എന്ന് പറഞ്ഞ ഇവിടത്തേക്കെല്ലാം കറുപ്പ് നിറം കൊടുക്കണം. ഓക്കെ, കറുപ്പ് നിറം നമുക്കിവിടെ കൊടുക്കാം. ഇത് കറുപ്പല്ല, കുറച്ച് ഗ്രേ ആണ്, കറുപ്പ് നിറം കൊടുക്കണം. പിന്നെ അടുത്തത് നീല എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് കളർ കൊടുക്കണം? നീല നിറം കൊടുക്കണം. നീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീല നിറം കൊടുക്കണം. ഓക്കെ, നീല നിറം കൊടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗതിവിധ 3 എന്ന് പറയുന്നത്. ഇനി അടുത്തത് അതിലത്തെ എ ഓപ്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ഫൂൽ കാ രംഗ് ക്യാ ഹേ, ഫൂലിൻ്റെ കളർ എന്താ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പൂവിന് എന്ത് കളറാണ് കൊടുത്തത്? നമുക്കിവിടെ എഴുതാം കേട്ടോ, ലാലാണ് നമ്മൾ കൊടുത്തല്ലേ, പൂവിൻ്റെ നിറം ലാൽ, പൂവിൻ്റെ നിറമാണ് ലാൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻസർ ഇവിടെ എടുത്ത് എഴുതാം. ഇനി അടുത്തത് ഗതിവിധി 4 ആണ്. ചിത്രയ്ക്ക് അനുസാർ വാക്യ ലിഖേ, വാക്യം. ഇവിടെ ചിത്രത്തിന് അനുസരിച്ച് ഇവിടെ വാക്യം എഴുതാനാണ് പറയുക. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അപ്പോൾ അതിൽ നിന്ന് എടുത്ത് എഴുതിയാൽ മതി. ലടുക്കി എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? ഒന്നാമത്തെ എന്താണ് ഇവിടെ എഴുതേണ്ടത്? ഇവിടെ ഒന്നാമത്തത് ഇതാണ് എഴുതേണ്ടത്. 1 ലടുക്കി എന്താണ് ചെയ്യുന്നത്? ബൈഠ്തി ഹേ, ലടുക്കി ബൈഠ്തി ഹേ. ഓക്കെ, ലടുക്കി ബൈഠ്തി ഹേ. ഇനി അടുത്തത് എന്താണ്? ലടുക്കി എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? ലടുക്കി ഗേൽത്തി അല്ലേ, ഗേൽത്തി ഹേ, ലടുക്കി ഗേൽത്തി ഹേ. പിന്നെ ലടുക്കി എന്താണ് ചെയ്യുന്നത്? മൂന്നിൽ എന്താണ്? ലടുക്കി എന്താണ് ചെയ്തിരിക്കുന്നത്? കഴിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ലടുക്കി ഗാത്തി ഹേ, ഇവിടെ 3 എഴുതേണ്ടത്. ലടുക്കി ഗാത്തി ഹേ. ലടുക്കി ഇവിടെ എന്താണ് ചെയ്യുന്നത്? ലടുക്കി ഉറങ്ങുകയാണ് അല്ലേ, ലടുക്കി ഉറങ്ങുകയാണ്. അപ്പോൾ എന്താണ്? ലടുക്കി നാലാമത്തെ എന്താ ചെയ്യണത്? സോത്തി ഹേ, ലടുക്കി സോത്തി ഹേ. 4, ഇവിടെ 4 വരുന്നത്. ലടുക്കി സോത്തി ഹേ, ഉറങ്ങുന്നു അല്ലേ. ലടുക്കി എന്താണ് ഇവിടെ ചെയ്യുന്നത്? പഠിത്തി അല്ലേ, ലടുക്കി എന്താണ് ചെയ്യുന്നത്? പഠിത്തി ഹേ. അഞ്ചാമത്തെ എന്താ ചെയ്യണത്? ലടുക്കി എന്താ ചെയ്യുന്നു? വായിക്കുകയാണ്, അപ്പോൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലടുക്കി പഠിത്തി ഹേ. ഇതെല്ലാം നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം. ഇനി അടുത്തത് ഗതിവിധി 5 ആണ്. പില്ല കവിത കി പങ്ക്തിയോം ക്രം സേ ലിഖേ, ക്രമമായിട്ട് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒന്നാമത്തെ വരി കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. നീതുക ഇവിടെ എഴുതി, നീതുക ദ പില്ല ഏക അതവിടെ എഴുതി. ഇനി രണ്ടാമത്തെ വരി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഏതാണ്? ബദൻ പേ ഉസ്കെ രൂയെ അനേക്, ഇത് ഒന്നാമത്തെയാണ്. ഇത് രണ്ടാമത്തെ, ബദൻ പേ ഉസ്കെ രൂയെ അനേക്. മൂന്നാമത്തത് ചോട്ടി ടാങ്കെ ലിങ്കി പൂച്ച്, ഇതാണ് മൂന്നാമത്തെ വരി. നാലാമത്തെ വരിയാണ് ബൂരി താടി കാലി മൂഞ്ച്, നാലാമത്തെ വരി. അഞ്ചാമത്തെ വരി മക്കി സേ വഹ് ലഡ്താദ, അഞ്ചാമത്തെ വരിയാണ്. ആറാമത്തെ വരി നമുക്കിവിടെ ഓൾറെഡി ഉണ്ട്, ഗഡേഗർ പഠിത്താത്ത. അപ്പോൾ ഇതെല്ലാം ഇവിടേക്ക് എടുത്ത് എഴുതാം. 1 2 ഇവിടെ 2 എഴുതാം, 3 4 5 6. അപ്പോൾ ഇവിടേക്ക് ഈ കവിത എടുത്ത് എഴുതിയാൽ മതി. അടുത്തത് ഗതിവിധ 6 ആണ്.